ഇപ്പോൾ തന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ട് തന്നെ വൈജയന്തിയുടെ മനസ്സിൽ അഗ്നി ആളിക്കത്തുന്നുണ്ടായിരുന്നു. തന്റെ ഭർത്താവ് ബാലചന്ദ്രന് ആ വീട്ടിൽ ആശ്രയം തേടി വന്ന അലീന എന്ന പെൺകുട്ടിയോട് അമിതമായ വാത്സല്യമുണ്ടോ എന്ന സംശയം അവളെ കാർന്നു തിന്നാൻ തുടങ്ങിയിരുന്നു. ആ സംശയം ഒരു ദിവസം അണപൊട്ടി. വൈജയന്തി അലീനയോട് ബാലചന്ദ്രനോടായിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ എന്താ ഇത്ര ബന്ധം? എടി, എന്റെ ഭർത്താവിനെ തട്ടിയെടുക്കാനല്ലേടി നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ വൈജയന്തിയുടെ വാക്കുകൾ കൂരമ്പ് പോലെ അലീനയുടെ നേരെ പാഞ്ഞു. എന്നാൽ ഈ ഒരു സംസാരം കേട്ട് മുത്തശ്ശി ഇടപെടുന്നുണ്ട്. വൈജിയെ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അനാഥയായ ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ അപവാദം പറയാൻ പാടുണ്ടോ? അവൾ ബാലചന്ദ്രനെ സ്വന്തം അച്ഛന്റെ സ്ഥാനത്താണ് കാണുന്നത് എന്നവർ വൈജയെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പക്ഷേ അതൊന്നും കേട്ടിട്ട് വൈജയന്തി അടങ്ങി നിന്നില്ല. പിന്നെ എന്തിനാണമ്മേ സ്വന്തം ഭാര്യയെ എന്നെ കയറ്റാത്ത മുറിയിലേക്ക് ആ വേലക്കാരിയെ അദ്ദേഹം കയറ്റുന്നത്? എന്തിനാണ് ഒരു ബെല്ലും വെച്ചുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ എപ്പോഴും അലീനെ ആ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നത്? ഇവര് തമ്മിൽ എന്തോ ഒരു രഹസ്യ ബന്ധമുണ്ട്. ഇതിലെ സത്യം ഒരു നാൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കും, അവൾ അങ്ങനെ തറപ്പിച്ചു പറഞ്ഞു. തന്റെ ഭർത്താവിനെ അലീന തട്ടിയെടുക്കുമെന്ന ഭയം വൈജയന്തിയെ പൂർണ്ണമായും കീഴ്പ്പെടുത്തിയിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അലീനയെ ആ വീട്ടിൽ നിന്നും പറഞ്ഞയക്കണമെന്ന് അവൾ മനുവിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ബാലചന്ദ്രൻ അങ്കിൾ പറയാതെ താൻ ഒരിക്കലും അലീനയെ ഇവിടെ നിന്നും കൊണ്ടുപോകില്ലെന്നും സ്വന്തം മകളെ പോലെയാണ് അങ്കിൾ അലീനയെ കാണുന്നതെന്നും മനു മറുപടി നൽകി. മനുവിന്റെ ആ ഒരു സംശയം കേട്ടതോടുകൂടി തന്നെ വൈജയന്തിയുടെ മനസ്സിൽ സംശയം ആളിക്കത്തി. ബാലേട്ടൻ എന്നെ വെറുക്കാൻ എന്തായിരിക്കും കാരണം? അതെ, അവൾ മാത്രമായിരിക്കും അതിനെല്ലാം കാരണം. എന്നെ അകറ്റി നിർത്തിയിട്ട് ബാലചന്ദ്രൻ അവളെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൾ ആരാണെന്ന സത്യം ഞാൻ കണ്ടുപിടിക്കും. അവരുടെ രണ്ടുപേരുടെയും മനസ്സിൽ എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കുമെന്നിങ്ങനെ വൈജയന്തി മനസ്സിൽ ഓർപ്പിക്കാണ്. അലീനക്കെതിരെ എന്തെങ്കിലും തെളിവ് കണ്ടുപിടിക്കാനായിട്ട് വൈജയന്തി നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക്, അതായത് അലീന കിടക്കുന്ന മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ അലീനയുടെ ബാഗുകളും മറ്റും പരിശോധിക്കുന്നതിനിടയിൽ തന്നെ വൈജയന്തിക്ക് കയ്യിലൊരു ഡയറി കിട്ടി. ബാലചന്ദ്രനെ കുറിച്ച് ഇവൾ ഇതിലെന്തെങ്കിലുമൊക്കെ എഴുതി കുറിച്ചിട്ടുണ്ടാവുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കട്ടോ വൈജയന്തി അത് കയ്യിലെടുക്കുന്നത്. ഇനി അച്ഛന്റെ സ്ഥാനത്താണോ അതോ സ്വന്തം കാമുകന്റെ സ്ഥാനത്താണോ അവൾ ബാലചന്ദ്രനെ കാണുന്നതെന്ന് എനിക്കറിയണല്ലോ. എല്ലാം ഇന്നത്തോട് ഞാൻ തീർത്തു കൊടുക്കാമെന്ന ചിന്തയോടു കൂടിയായിരിക്കട്ടെ വൈജയന്തി ആ ഒരു ഡയറി കയ്യിലെടുക്കുന്നത്. ഡയറി കയ്യിലേക്കെടുത്ത് ആദ്യ പേജിൽ തന്നെ അവളുടെ കണ്ണൊരു വാചകത്തിൽ ഉടക്കി. അലീന അതിലെഴുതിയിട്ടുണ്ട്, ഞാനിപ്പോ താമസിക്കുന്നത് അപരിചിതരുടെ വീട്ടിലൊന്നുമല്ല, എന്റെ സ്വന്തം വീട്ടിൽ തന്നെയാണ്. എന്റെ കൺമുന്നിൽ നിന്നത് എന്റെ സ്വന്തം ചോരയാണ്. എന്നാൽ അലീന എഴുതിയ ആ വാക്കുകൾ വായിച്ചതോടുകൂടി തന്നെ വൈജയന്തി ഞെട്ടിത്തരിച്ചു. അവളുടെ ചിന്തകൾ കാട് കയറി. എന്റെ സ്വന്തം ചോര എന്നതിനർത്ഥം അലീന ശരിക്കും ബാലചന്ദ്രന്റെ രക്തമാണെന്ന കാര്യം വൈജയന്തി തെറ്റിദ്ധരിച്ചു. ഓ, അപ്പോ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് ബാലചന്ദ്രന് മുമ്പുണ്ടായ ബന്ധത്തിൽ ജനിച്ച മകളാണ് അലീന എന്ന് വൈജയന്തി മനസ്സിൽ ഉറപ്പിച്ചു. ദേഷ്യം സങ്കടം സഹിക്കാൻ കഴിയാതെ ആ ഡയറിയുമായിട്ട് വൈജയന്തി നേരെ ചെല്ലുന്നത് ബാലചന്ദ്രന്റെ മുറിയിലേക്കായിരിക്കും. ആ ഡയറിയും പൊക്കി പിടിച്ചുകൊണ്ട് വൈജയന്തി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് മാത്രമല്ല ബാലചന്ദ്രനെ നേരെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോ ഇത്ര കാലമായിട്ട് നിങ്ങൾ എല്ലാവരും എന്നെ ചതിക്കുമായിരുന്നു അല്ലേ? നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുൻപേ തന്നെ നിങ്ങൾക്ക് മറ്റ് ബന്ധമുണ്ടായിരുന്നു അല്ലേ? എന്നിട്ട് അതിൽ ജനിച്ച മകളാണല്ലേ അലീന എന്നൊക്കെ ചോദിക്കാട്ടോ വൈജയന്തി. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് ഒരു ഷോക്കേറ്റതുപോലെയായിരിക്കും ബാലചന്ദ്രൻ നിൽക്കുന്നത്. വൈജയന്തി വീണ്ടും പറഞ്ഞിട്ട് അച്ഛനും മോളും കൂടി എന്നെ വട്ട് കളിപ്പിക്കുകയായിരുന്നു അല്ലേ? വൈജയന്തി അത്രയും പറഞ്ഞിങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. എന്നാൽ വൈജയന്തിയുടെ ദേഷ്യമെല്ലാം കാണുന്ന സമയത്തിന് ബാലചന്ദ്രന്റെ നിയന്ത്രണം വിട്ടു. നിർത്തടി നിന്റെ അനാവശ്യം. എന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ അസംബന്ധം പറയാനൊക്കെ ധൈര്യം നിനക്കുണ്ടോടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ വന്നിട്ട് വൈജയന്തിയുടെ കരണം തീർത്ത ഒറ്റന്നങ്ങ് പൊട്ടിക്കും. എന്നിട്ട് ബാലചന്ദ്രൻ അലീനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, അതേടി, എനിക്ക് എന്റെ അലീന മോൾ എന്റെ സ്വന്തം മകളെ പോലെ തന്നെയാണ് എന്ന് വെച്ച് ഞാൻ ആരെയും വഞ്ചിച്ചിട്ടൊന്നുമില്ല. അന്നേരം വൈജയന്തി പറഞ്ഞിട്ട്, ബാലചന്ദ്ര നിർത്ത്, നിങ്ങൾ ഇനി കൂടുതൽ വിശദീകരിക്കൊന്നും വേണ്ട. എല്ലാ കാര്യങ്ങളും അവൾ അവളുടെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ അതെല്ലാം വായിച്ചു. ഏതായാലും എന്നെയും എന്റെ മക്കളെയും ചതിച്ച് നിങ്ങളെ ഞാൻ ഏതായാലും വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കരഞ്ഞുകൊണ്ട് വൈജയന്തി ബഹളം വെക്കാൻ തുടങ്ങും. അമ്മയുടെ ബഹളം കേട്ടുകൊണ്ട് തന്നെ മക്കൾ എല്ലാവരും അങ്ങോട്ടേക്ക് ഓടിയെത്തി. അമ്മ പറഞ്ഞ വാക്ക് കേട്ട് എല്ലാവരും അച്ഛനെ സംശയിക്കാൻ തുടങ്ങി. ബബിതയും രോഹിത്തും പറഞ്ഞിട്ട്, അതെ, അമ്മ പറഞ്ഞതിലാണ് കാര്യമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അച്ഛാ, അമ്മ പറഞ്ഞത് ശരിയാണോ? അലീന ചേച്ചി അച്ഛന്റെ സ്വന്തം മകളാണോ എന്ന് ചോദിക്കാട്ടോ ബബിത. ഇത്രയും വലിയൊരു തെറ്റ് ഞങ്ങളുടെ അമ്മയോട് ചെയ്ത അച്ഛനെ ഞങ്ങൾക്ക് ഏതായാലും ഇനി കാണണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് മക്കൾ എല്ലാവരും ചേർന്നിട്ട് അമ്മയുടെ പക്ഷം ചേരും. എന്നാൽ തന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോഴേക്കും സ്വന്തം മക്കൾ പോലും തന്നെ അവിശ്വസിച്ചു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ ആകെ തകർന്നു പോവാണ്. അതോടെ ബാലചന്ദ്രൻ തീരുമാനിക്കും, ഇനിയും എല്ലാം മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല, സത്യം എന്താണെന്ന് എല്ലാവരും അറിയണം.
അതുകൊണ്ട് തന്നെ അവിടെ ബഹളം നടക്കുന്ന സ്ഥലത്തേക്ക് ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ ബെല്ലടിച്ചുകൊണ്ട് തന്നെ അലീനയെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഇനി നീ ഒന്നും മറച്ചു വെക്കണ്ട, അല്ലെങ്കിലും ആരുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ മറച്ചു വെക്കുന്നത്. അതോടെ നിന്റെ ജീവിതമാണ് ഇവിടെ തകർന്നു പോകുന്നത്. മോളെ, നിന്റെ അമ്മ ആരാണെന്ന് നീ ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞോ. ഞാൻ മരിക്കുന്നതിന് മുൻപേ തന്നെ എല്ലാവരും ആ സത്യം അറിയണം, അയാൾ അലീനയോട് പറഞ്ഞു. അന്നേരം അലീന എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. വീണ്ടും ബാലചന്ദ്രൻ നിർബന്ധിക്കുന്ന സമയത്തിന് അലീന പറഞ്ഞിട്ട്, വേണ്ട സർ, ഞാൻ കാരണം ഈ വീട്ടിലൊരു പ്രശ്നവും ഉണ്ടാവരുത്. പക്ഷേ ബാലചന്ദ്രൻ സാറാണ് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞത് ഞാൻ അംഗീകരിക്കില്ല. അതൊരിക്കലും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അലീന പൊട്ടിക്കരയാൻ തുടങ്ങും. അപ്പോൾ അതുവരെ കേൾക്കാത്ത ഒരു സത്യം ബാലചന്ദ്രന്റെ വായിൽ നിന്നും പുറത്തു വന്നു. അദ്ദേഹം വൈജയന്തിക്ക് നേരെ വിരൽ ചൂണ്ടി. ആരും ഒന്നും പറയണ്ട. അലീനയുടെ അച്ഛൻ ആരാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അലീനയുടെ അമ്മ ആരാണെന്ന് ഞാൻ തെളിയിക്കാം. ദാ ഈ നിൽക്കുന്നവളാണ് അലീനയുടെ അമ്മ. ഈ നിൽക്കുന്ന വൈജയന്തി പ്രസവിച്ച ഇവളുടെ ആദ്യത്തെ കുഞ്ഞാണ് അലീന. എന്താ വൈജയ്, നിനക്കിത് അംഗീകരിക്കാൻ പറ്റുന്നില്ലേ? ബാലചന്ദ്രന്റെ ആ വാക്കുകൾ ഇടുത്തി പോലെയാണ് വൈജയന്തിയുടെ മേൽ പതിച്ചത്. നിങ്ങൾക്കെന്താ ഭ്രാന്താണോ? എവിടെ നിന്നോ കയറി വന്ന ഈ വേലക്കാരി എങ്ങനെ എന്റെ മകളാവും? ദേ, മക്കളുടെ മുന്നിൽ വെച്ച് സ്വന്തം ഭാഗം രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ മോശക്കാരിയാക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവൾ അവിശ്വസനീയതയോടെ നിലവിളിച്ചു. അന്നേരം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ചെയ്യാത്ത തെറ്റിന് ഞാൻ എന്തിനു ശിക്ഷ അനുഭവിക്കണം? എടി, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിൽ DNA ടെസ്റ്റിന് നിനക്ക് സമ്മതമാണോ വൈജയ് എന്ന് ചോദിക്കാണ് ബാലചന്ദ്രൻ. അന്നേരം വൈജയന്തി കടുപ്പിച്ച് പറയുന്നത്, നിങ്ങൾ എന്ത് കുന്തം ടെസ്റ്റ് വേണമെങ്കിലും ചെയ്തോ, അതിനൊക്കെ എനിക്ക് സമ്മതമാണ്. ഇവളേതായാലും എൻ്റെ മകളൊന്നുമല്ല. പിന്നെ ഇവൾ എൻ്റെ മകളല്ല എന്ന് തെളിയിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ വൈജയന്തി അഹങ്കാരത്തോടെ അതിന് സമ്മതിക്കും. അങ്ങനെ DNA ടെസ്റ്റ് റിസൾട്ടിന് കൊടുത്തിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ടെസ്റ്റ് റിസൾട്ട് വന്നു. അപ്പോഴും വിജയഭാവത്തോടെ നിന്ന വൈജയന്തിയുടെ കയ്യിലേക്ക് ബാലചന്ദ്രൻ ആ റിസൾട്ട് വെച്ച് കൊടുത്തു. നീ തന്നെ ഇതൊന്ന് വായിച്ചു നോക്ക്, അയാൾ പറഞ്ഞു. അങ്ങനെ ആ കവർ പൊട്ടിച്ച് അവൾ അതിലെ അക്ഷരങ്ങളിലൂടെ കണ്ണോടിച്ചു. അലീനയും താനും അമ്മയും മകളുമാണ് എന്ന ആ ഒരു സത്യം വായിച്ചതോടുകൂടി തന്നെ വൈജയന്തിയുടെ ബോധം മറിഞ്ഞു. ബോധം വന്നപ്പോൾ അവൾ അലീനയെ അന്വേഷിച്ചു. കരഞ്ഞ് നിലവിളിച്ച് കുറ്റബോധം കൊണ്ടായിരിക്കട്ടോ വൈജയന്തി അലീനയെ ചോദിക്കുന്നത്. എൻ്റെ അലീന മോളെവിടെ? അവൾ എൻ്റെ മകളായിരുന്നോ? അവൾ എൻ്റെ സ്വന്തം മകളായിരുന്നോ? സ്വന്തം മകളോട് ഒരമ്മയും ചെയ്യാത്ത അത്രമാത്രം ക്രൂരതകളാണ് ഞാൻ എൻ്റെ പാവം മോളോട് ചെയ്തത്. എനിക്ക് എൻ്റെ പൊന്നു മോളെ എന്ന് കാണണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വൈജയന്തി നെഞ്ചെത്തടിച്ച് കരയാൻ തുടങ്ങി. എന്നാൽ ഈ ഒരു കാഴ്ചയും കണ്ടുകൊണ്ടായിരിക്കട്ടെ ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. ബാലചന്ദ്രൻ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താടി ഇപ്പൊ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? സ്വന്തം മകളോടും ഭർത്താവിനോടും നീ ചെയ്തു കൂട്ടിയ പാപത്തിന് മാപ്പില്ല. നിന്റെ ശിക്ഷ ഞാൻ വിധിക്കും, അയാൾ തീർത്തും പറഞ്ഞു. വൈജയന്തി ബാലചന്ദ്രന്റെ കാൽക്കൽ വീണ് മാപ്പിരുന്നു. എന്നാൽ അയാൾ അവളെ അവിടെ നിന്നും തല്ലി മാറ്റി. എന്നിട്ട് പറഞ്ഞിട്ട്, എൻ്റെ കാലിലല്ല, നീ ആ അലീന മോളുടെ കാലിലാണ് വീഴേണ്ടത്. അവൾ മാപ്പ് തന്നാൽ മാത്രം നിന്റെ ഈ പാപത്തിന് 1% തീർന്നു കിട്ടും. അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോവാണ്ട ബാലചന്ദ്രൻ. എന്നാൽ താൻ ഇത്ര കാലം ചെയ്തു കൂട്ടിയ ക്രൂരതകളുടെ ഭാരവും പേറി എന്തു ചെയ്യണമെന്നറിയാതെ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് തന്നെ വൈജയന്തി ആ തറയിൽ തന്നെ ഇരുന്നു. സ്വന്തം മകളുടെ മുഖത്തു നോക്കാൻ പോലും കരുത്തില്ലാത്ത പശ്ചാത്താപത്തിന്റെ തീച്ചൂളയിൽ വൈജയന്തി തനിച്ചായി. അലീന താൻ പ്രസവിച്ച തന്റെ സ്വന്തം മകളാണ് എന്ന സത്യം വൈജയന്തി പിന്നീട് തിരിച്ചറിയുന്നുണ്ട്. ഇത്ര കാലം താൻ പ്രസവിച്ച കുഞ്ഞ് മരിച്ചുപോയി എന്നാണ് എല്ലാവരും തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. എന്നാൽ തന്റെ അച്ഛനും ആങ്ങളമാരും ചേർന്നുകൊണ്ട് തന്നെ അലീനയെ ഒരു അനാഥാലയത്തിൽ കൊണ്ടുപോയാക്കിയതായിരുന്നു എന്നും 10-22 വർഷമായി ഒരു അനാഥ പെൺകുട്ടിയെ പോലെ അവൾ അവിടെ ജീവിക്കുമായിരുന്നു എന്ന സത്യമെല്ലാം തന്നെ വൈജയന്തി തിരിച്ചറിയുന്നുണ്ട്. അതോടുകൂടെ തന്നെ വൈജയന്തി തന്റെ അഹങ്കാരങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അലീനയുടെ മുന്നിൽ കൈ കൂപ്പി മാപ്പ് പറയുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്.